ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചിക്കൻ കറി വെക്കുന്നതാണ് കാണിച്ചിരുന്നത്. അതിലേക്ക് ഇതാ ഒരു ഉണ്ട വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു 3-4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 സവോള, 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല. ഇതൊക്കെയാണ് കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതാ സവോള ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആവശ്യമുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ചിക്കൻ വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. നമുക്കിനി ചിക്കൻ വയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ 1,800 കേട്ടോ ഇറച്ചി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ചെറുതാക്കിയിട്ടാണ് കറി വയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് കഴുകി കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി 3-4 പ്രാവശ്യം കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. അത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്കിത് തിരുമ്മി വയ്ക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് ഒരു സ്പൂണ് അതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യണതാട്ടോ, അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. അടിപ്പിടിക്കാതെ നോക്കണം കേട്ടോ എപ്പോഴും. ഇതിട്ട് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇത് അടിപ്പിടിക്കും, ചതച്ചതായതുകൊണ്ട്. അപ്പോൾ നമ്മളിത് നന്നായി ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, അത് എല്ലാവർക്കും അറിയുന്ന പോലെ സവോള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ, അതാണ് കറിയുടെ ടേസ്റ്റ്. അതിനാണ് കുറച്ച് സമയം എടുക്കും, നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1, 2, 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു 3.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചില മുളക് പൊടി എരിവ് കുറവാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഞാൻ എപ്പോഴും പാക്കറ്റായിട്ട് അങ്ങനെ വാങ്ങാറാണ് പതിവ്. 10 രൂപയുടെ ഒരു പാക്കറ്റ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ ആ പച്ചമണം, പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ വാടിറണതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഉണ്ടാവുക. ഇത് നല്ലോണം ഒന്ന് വാടി വരണം, കുറച്ച് സമയം പിടിക്കും. അത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, കരിയാതെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേതിൽ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ലേശം ഉപ്പ് കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാറ്.
ചിക്കനിൽ കുറച്ച് വെള്ളം വെന്ത് കഴിയുമ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം വരും. ഞാൻ എന്നാലും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് തീ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ പാത്രം പെട്ടെന്ന് അടിപ്പിടിക്കുന്ന പാത്രമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ചിക്കനൊക്കെ കണ്ടോ തിളച്ച് വരുന്നുണ്ട്. ഇതൊന്നും ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ നടുഭാഗം പെട്ടെന്ന് അടിപിടിക്കും കേട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറും, ഒരു പുക മണമൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെക്കുമ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് കേട്ടോ. ചിക്കനിലിടുന്ന ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതാ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഒഴിച്ചതിനേക്കാട്ടിലും കൂടുതൽ ചാറ് വെള്ളം അതിൻ്റെ കണ്ടോ. ഇനി ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പ് എരിവൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാം ഉണ്ട്, എരിവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ട്. അതാ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കൻ നമുക്ക് പകുതി വെന്ത് ആവാറാകുമ്പോൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇതിൽ കുരുമുളക് പൊടി ഇടാറുണ്ട്. ഇവിടെ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് സ്പൈസി ആയിരിക്കും കേട്ടോ ചിക്കൻ. അപ്പോൾ ഇതാ ഞാൻ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ചാനലിൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ